Welcome to Khandwa Diocese. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ രുപ്പത്തായിലേക്ക് സ്വാഗതം. ഖണ്ഡ്വ രൂപതയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ സേവനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് റോഷ്നി എന്ന മിഷൻ സ്റ്റേഷനിലാണ്. 1952 SVD വൈദികനായ ഫാദർ ജോസഫ് ഹൂബ്നർ സ്ഥാപിച്ച പുഷ്പ ഹൈസ്കൂളാണ് ഇത്. കോർക്കു, ഭലായി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട തദ്ദേശവാസികൾക്കു വേണ്ടിയാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. പിന്നോക്കാവസ്ഥയിൽ നിന്നും മികച്ച വിദ്യാഭ്യാസം നൽകി നഗരങ്ങളിൽ ചെന്ന് ജോലി നേടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ അനേകം പേരെ ശക്തിപ്പെടുത്തിയ വിദ്യാലയമാണ് ഇത്. 1952-53 പശ്ചിമ ജർമ്മനിയിൽ നിന്നും വന്ന ഫാദർ ജോസഫ് ഹൂബ്നർ ഞങ്ങളുടെ വില്ലേജിൽ വന്നു. ഞങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം 15 മുതൽ 20 വരെ കുട്ടികളുള്ള ഒരു പ്രൈമറി സ്കൂൾ ഈ വില്ലേജിൽ തുടങ്ങി. അവർക്ക് പഠിക്കുവാൻ ബുക്കുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണം എല്ലാം കൊടുത്ത് സഹായിച്ചു. ഈ കുട്ടികളോട് ഫീസ് വാങ്ങിയിരുന്നില്ല. ക്രമേണ സ്കൂളിൽ 400 കുട്ടികളോളമുള്ള 1 മുതൽ 11 വരെയുള്ള ക്ലാസുകൾ ഉണ്ടായി. ഭക്ഷണം, വസ്ത്രം എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഫാദർ ജോസഫ് ഇന്ന് കാണുന്ന ഈ 2 കെട്ടിടങ്ങൾ പണിതു. കൂടാതെ കളിക്കാനുള്ള സ്ഥലം, സ്റ്റേജ് ഇവയും പണിതു. കായിക മേഖലയിലും കുട്ടികൾ മികവ് തെളിയിച്ചു. ജില്ലാതലത്തിലുള്ള മത്സരങ്ങളിലും വിജയിച്ച് സമ്മാനങ്ങൾ നേടി. ദിവസം കഴിയുന്തോറും ഈ സ്കൂൾ പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ 40-50 വില്ലേജുകളിൽ നിന്നുള്ള കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു. जो वर्तमान में है और खेल कूद के संबंध में भी यहाँ डिस्ट्रिक्ट तक हमारी टीम जाती थी और हर इनाम लेकर आती थी. इस तरह ये स्कूल दिन पर दिन उन्नति करते गई. आसपास के 40-50 गांव के बच्चे यहाँ आकर अध्ययन करते थे. 7 പതിറ്റാണ്ടിനിപ്പുറവും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സേവനം അധസ്ഥിതരെ പുനരുദ്ധരിച്ചും ശക്തിപ്പെടുത്തിയും ഇവിടെ തുടരുകയാണ്. അറിവിൻ്റെ വെളിച്ചം കടന്നുവരുന്നതോടെ പുത്തൻ കാഴ്ചപ്പാടിൽ ജീവിതത്തെ നോക്കിക്കാണാനും നല്ല സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കാനും ഈ വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ത്യാഗപൂർവമായ സേവനങ്ങളാണ്. റോഷ്നിയിലെ ദേവാലയമാണ് ഇത്. അവിഭക്ത മധ്യപ്രദേശിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും കുടിയേറിപ്പാർത്ത ക്രൈസ്തവ കുടുംബങ്ങളായിരുന്നു ഇവിടുത്തെ ആദ്യകാല ഇടവകക്കാർ. പിന്നീട്
തദ്ദേശീയരും വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നിരുന്നു. എന്നാൽ ഇന്ന് 15 ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമേ ഇവിടെ സ്ഥിരതാമസമുള്ളൂ. അവരാകട്ടെ തികച്ചും സാധാരണക്കാരും ഉപജീവനത്തിനായി ഏറെ കഷ്ടപ്പെടുന്നവരുമാണ്. അവർക്ക് ആശ്രയവും ശക്തി കേന്ദ്രവുമായി ഈ ദേവാലയം തലയെടുപ്പോടെ നിലകൊള്ളുന്നു. റോഷ്നിയിലെ ആധ്യാത്മിക ശുശ്രൂഷകളും ആതുര സേവനവും ഒന്നിച്ചു കൊണ്ടുപോയിരുന്ന MMS സിസ്റ്റേഴ്സ് ഒരു ക്ലിനിക് നടത്തുന്നുണ്ട്. അവരുടെ കോമ്പൗണ്ടിൽ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു നിർമ്മിതി കാണാനിടയായി. മനോഹരമായ മാതാവിൻ്റെ ഗ്രോട്ടോ ആയിരുന്നു അത്. എന്നാൽ വിസ്മയകരമായ കാഴ്ചകൾ ഗ്രോട്ടോയുടെ ഉള്ളിലായിരുന്നു. പുറ്റുകൾ പോലെ തോന്നിക്കുന്ന ചാരനിറത്തിലുള്ള ഒരുതരം ശിലാഭാഗങ്ങൾ കൊണ്ടാണ് ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന ഇടനാഴി. പതിയെ മുന്നോട്ടു പോകുമ്പോൾ പ്രത്യേകം നിർമ്മിച്ച അറകളിൽ പരിശുദ്ധ മാതാവിൻ്റെയും മാലാഖമാരുടെയും ഈശോയുടെയും തിരുസ്വരൂപങ്ങൾ. ചിലയിടങ്ങളിൽ വെളിച്ചം അകത്തേക്കു വരുന്നതിനായി മേൽക്കൂരയിൽ ചില്ല് മേഞ്ഞിരിക്കുന്നു. മധ്യത്തിലെത്തുമ്പോൾ ഏകാന്തമായിരുന്ന് ധ്യാനിക്കാൻ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നു. അരണ്ട വെളിച്ചത്തിൽ നിശബ്ദതയുടെ ആഴത്തിൽ സർവേശ്വരനെ ധ്യാനിച്ച് ആത്മാവിൽ നിറയാൻ സുന്ദരമായ ഒരിടം. ജർമ്മൻകാരനായ ഒരു SVD ബ്രദറിൻ്റെ നിർമ്മിതിയാണ് അപൂർവ സൗന്ദര്യമുള്ള ഈ ഗ്രോട്ടോ. ഇത്തരത്തിൽ വേറെയും ഗ്രോട്ടോകൾ അദ്ദേഹം ഖണ്ഡുവ പ്രദേശത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഗ്രോട്ടോയ്ക്കകത്തു വരുന്നത് വളരെ വിരളമാണെന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പോയത് ഖണ്ഡുവ രൂപതയുടെ ആദ്യകാല മിഷൻ കേന്ദ്രങ്ങളിലൊന്നായ ദേവ്ലിയിലേക്കായിരുന്നു. ട്രൈബൽ വിഭാഗമായ കോർക്കു ജനതയാണ് ഇവിടെ അധികമുള്ളത്. 1936 SVD സഭാംഗമായ ഫാദർ വില്യം നോപ്പ് ആണ് സിർപൂരിൽ നിന്നും ദേവ്ലിയിൽ എത്തിയത്. കോർക്കു വിഭാഗത്തിനിടയിൽ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 1940ഓടെ ഫാദർ വില്യം നോപ്പ് ദേവ്ലിയുടെ സമീപമുള്ള ഡൊങ്കാളിയയിൽ താമസമാരംഭിച്ചു. അവിടെ വച്ച് ഗുരുതര രോഗം ബാധിച്ച തുമ്പി ഭായി എന്ന സ്ത്രീയുടെ ഭർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്കുവേണ്ടി ഫാദർ വില്യം നോപ്പ് വന്ന് പ്രാർത്ഥിക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്തു. അതോടെ തുമ്പി ഭായിയും കുടുംബവും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ഇത് കേട്ടറിഞ്ഞ് എത്തിയവരെല്ലാം യേശുവിനെക്കുറിച്ചറിയാൻ ഫാദർ വില്യം നോപ്പിന്റെ സമീപത്തെത്തി. ഈ സംഭവം കോർക്കു ജനവിഭാഗത്തിനിടയിൽ മിഷണറിമാർക്ക് വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. അങ്ങനെ ഡൊങ്കാളിയയിലും ദേവ്ലിയിലും ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു. മറ്റേതൊരു ഗോത്രവിഭാഗത്തെയും പോലെ കോർക്കു ജനതയും ആഘോഷങ്ങളിൽ ഒട്ടും പുറകിലല്ല. വർണ്ണപ്പകിട്ടാർന്ന തലപ്പാവുകളും വസ്ത്രങ്ങളും വാദ്യമേളങ്ങളുമായി ഇവർ നീങ്ങുന്നത് മരിയം ഭല്ല എന്നറിയപ്പെടുന്ന കുന്നിൻ മുകളിലെ പരിശുദ്ധ മാതാവിൻ്റെ ഗ്രോട്ടോയിലേക്കാണ്. കോർക്കു മിഷന് തുടക്കം കുറിച്ച ഫാദർ വില്യം നോപ്പ് ഇവിടെ വന്ന് ഏകാന്തമായിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നത്രേ. പിന്നീട് ഇവിടെ വർഷത്തിലൊരിക്കൽ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനും തുടങ്ങി. ഇന്ന് രൂപതയിലെ ഈ തീർത്ഥകേന്ദ്രവുമായി ബന്ധപ്പെട്ട് അനേകം പേർക്ക് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടായ അനുഭവങ്ങൾ പറയാനുണ്ട്. വർഷക്കാലത്ത് ചുറ്റുമുള്ള വയലുകളിൽ കൃഷിജോലികൾ ചെയ്യുന്നവർ വിതയ്ക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും ഈ കുന്നിൻ മുകളിലേക്ക് നോക്കി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയാണ്
കൃഷിജോലികളിൽ മുഴുകുന്നത്. വിളവിൻ്റെ നാഥ അവർക്ക് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുന്നു. ആ സ്നേഹമാണ് ഈ നൃത്തച്ചുവടുകളിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് നിമാഡ് പ്രവിശ്യയിലെ ഏറ്റവും പുരാതനമായ മിഷൻ സ്റ്റേഷനിലേക്കാണ്. ലഭ്യമായ എഴുതപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1901 കരുതുന്നു. ജർമ്മനിയിൽ നിന്നുള്ള MSFS മിഷണറിയായ ബ്രദർ പൗലോസ് മോറിറ്റ്സ് ആണ് 1901 ഡിസംബറിൽ ഇവിടെ എത്തിച്ചേരുന്നത്. അന്ന് ഇവിടം നാഗ്പൂർ രൂപതയുടെ കീഴിലായിരുന്നു. ഖണ്ഡ്വ രൂപതയുടെ ചരിത്രം അവിടെ നിന്നും തുടങ്ങുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഔളിയ മിഷൻ സെൻറ്ററിലാണ്. ഔളിയ മിഷൻ സെൻറ്റർ ഖണ്ഡ്വ ഡയസിസിൻ്റെ ആദ്യ മിഷൻ സെൻറ്ററുകളിൽ ഒന്നാണ്. ആദ്യ മിഷൻ സെൻറ്ററുകളിൽ ഉള്ളത് മാത്രമല്ല, മറിച്ച് ഇത് ആദ്യ മിഷൻ സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ സെൻറ്ററായിരുന്നു. ഈ മിഷൻ സെൻറ്റർ ആരംഭിച്ചത് ബ്രദർ പൗലോസ് മോറിറ്റ്സ് ആണ്. അദ്ദേഹമാണ് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് എന്ന കോൺഗ്രിഗേഷൻ്റെ സഭാ സ്ഥാപകനും. അദ്ദേഹം വളരെ തീഷ്ണമതിയായ ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനികളില്ലാതിരുന്ന ഈ സ്ഥലത്ത് വിജാതിയരുടെ ഇടയിൽ പ്രവർത്തിച്ച് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ സ്വന്തമാക്കുവാനുള്ള അതീവമായ തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്ന ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റ് 23 ബ്രദേഴ്സ് ജർമ്മനിയിൽ നിന്നും ഇവിടെ വളരെ ശക്തവും തീഷ്ണതയോടെയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. 1902 മിഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ സ്കൂൾ ഈ ഔളിയ മിഷനിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ബ്രദർ പൗലോസ് മോറിറ്റ്സ് ആദ്യകാലത്ത് ആരംഭിച്ച 15 സ്കൂളുകളിൽ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഔളിയയിലേതാണ്. 1 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാനുണ്ട് ഈ വിദ്യാലയത്തിന്. ധാരാളം പേർ ഇവിടെ പഠിച്ച് സർക്കാർ ഉദ്യോഗം നേടിയും മറ്റും നഗരങ്ങളിലേക്ക് കുടിയേറി. പാടത്ത് ജോലി ചെയ്തും കാലിയെ മേയ്ച്ചും നടന്നിരുന്ന കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിൽ എത്തുന്നതു കണ്ടപ്പോൾ ധാരാളം പേർ
തങ്ങളുടെ മക്കളെ സ്കൂളിൽ അയക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ അവർക്ക് ബൈബിൾ വായിക്കാനും പഠിക്കുന്നതിനും സാധിക്കൂ. അപ്പോഴാണ് ദൈവവചനത്തിലൂടെ അവർ പിതാവായ ദൈവത്തെക്കുറിച്ചും രക്ഷാകര പദ്ധതിയെക്കുറിച്ചും അറിയുന്നത്. ഈ ചിന്തയാണ് മിഷണറിമാരെ സ്കൂളുകൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈ കുരുന്നുകളുടെ കുഞ്ഞു സ്വപ്നങ്ങളുടെ കാവൽക്കാരാണ് മിഷണറിമാർ. വിദ്യാഭ്യാസം മാത്രമല്ല, മികച്ച വ്യക്തിത്വവും ഇവിടെ പഠിക്കുന്നവരിൽ രൂപം കൊള്ളുന്നുണ്ട്. 1934 SVD സഭാംഗങ്ങൾ ഈ ഔളിയ മിഷൻ ഏറ്റെടുക്കുകയും വീണ്ടും തീക്ഷ്ണമായ മിഷൻ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തത്. അന്ന് ആ കാലഘട്ടത്ത് ഏകദേശം 25ഓളം വില്ലേജുകൾ ഈ ഔളിയ മിഷനുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അവിടെ ഘട്ടങ്ങളിൽ കാളവണ്ടികളിലും നടന്നുമാണ് ഇവർ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. SVD വൈദികർക്ക് ശേഷം കുറച്ചുനാൾ ഡയസിസിലെ വൈദികരും ഇവിടെ സേവനമനുഷ്ഠിച്ചു. അതിൽ ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ടുന്ന ഒരു മിഷണറി ആയിരുന്നു ഫാദർ ജോൺ വാഴപ്പള്ളി. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നേതൃത്വത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മിഷൻ പ്രവർത്തനം ഒരുപാട് നാടകങ്ങളിലൂടെയും ചെറിയ ചെറിയ സ്ട്രീറ്റ് പ്ലേകളിലൂടെയെല്ലാം ഈ നാട്ടിലെങ്ങും തന്നെ ഒരുപാട് വില്ലേജുകളിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1995 പള്ളോട്ടൈൻ അച്ഛന്മാരെ ഈ മിഷൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ വികാരിയായിരുന്നതിൻ്റെ ആദ്യത്തെ വർഷം തന്നെ എന്നെ ഇവിടെ പ്രാർത്ഥനയിലൂടെ സഹായിക്കാനായിട്ട് നാട്ടിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഒരു ബ്രദർ ഷാജു, ജോബി, മനോജ്, അങ്ങനെ ഒരു 3-4 പേര് എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നു. അവർ രാവിലെ മുതൽ ഉച്ചവരെ ശക്തമായി വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ബാക്കപ്പോടെ ഞാൻ ഇവിടെ മിഷൻ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. അവർ തിരിച്ചു പോയതിന് ശേഷം തുടർന്ന് അതുപോലെ മറ്റു പലരും ഇവിടെ മിഷൻ സ്ഥലത്ത് ഇവിടെ ആയിരുന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നിമാഡ് പ്രവിശ്യയിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന ഇവിടെ ഇപ്പോൾ മിഷൻ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട്. മിഷൻ തീക്ഷ്ണതയുള്ള വ്യക്തികൾ കടന്നുവന്ന് ഇവിടെ താമസിച്ച് മാസങ്ങളോളം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു. ഖണ്ഡുവ രൂപതയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ചബൈഡ സ്ഥിതി ചെയ്യുന്നത് ഔളിയ മിഷൻ സെന്ററിന് കീഴിലാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് പോലും കാഞ്ചബൈഡ ദേവാലയം കാണുവാൻ സാധിക്കും. 1902 ജർമ്മനിയിൽ നിന്നുമെത്തിയ ഫ്രാൻസിസ്കൻ സന്യാസ സഭാംഗമായ ബ്രദർ പൗലോസ് മോറിറ്റ്സും മറ്റ് സഹോദരന്മാരുമാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ സ്ഥാപിച്ചത്. 1904 നാഗ്പൂർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ബൊനവഞ്ചർ ആണ് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. കുഷ്ഠരോഗം ബാധിച്ച് വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെ ബ്രദർ പൗലോസ് മോറിറ്റ്സിന്റെ നേതൃത്വത്തിൽ ഈ കുന്നിൻ ചെരുവിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചിരുന്നു. 1934 മുതൽ SVD വൈദികർ ഈ മിഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതോടെ കാഞ്ചബൈഡ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാനും ആരംഭിച്ചു. 1960കളിൽ ഈ പ്രദേശത്ത് മിഷൻ പ്രവർത്തനങ്ങൾക്കായി കടന്നുവന്ന ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോയി. ജർമ്മനിയിൽ നിന്നുള്ള സിസ്റ്റർ ക്രിസ്റ്റോ വാൾഡിസ്
ഔളിയ പ്രദേശത്ത് കുഷ്ഠരോഗികൾക്കിടയിൽ നടത്തിയ സേവനങ്ങളെ മാനിച്ച് നിമാഡ് കി ഡാമിയൻ എന്നുവരെ വിളിക്കപ്പെട്ടു. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും അവസരങ്ങളിൽ സിസ്റ്റർ ക്രിസ്റ്റോവാൾഡിസ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മ ശക്തി സംഭരിക്കുന്നതിനായി എത്തിയിരുന്നത് ഈ കുന്നിൻ മുകളിലെ കാഞ്ചബൈഡ മാതാവിൻ്റെ തിരുസന്നിധിയിലായിരുന്നു. 1995 മുതൽ ഔളിയ മിഷന്റെ ചുമതല പള്ളോട്ടൈൻ വൈദികർ ഏറ്റെടുത്തു. 2000 ജൂലൈ 25 ഫാദർ സൈമൺ നസറത്ത് SACയുടെ കാലത്ത് സാമൂഹ്യവിരുദ്ധർ മാതാവിൻ്റെ തിരുസ്വരൂപം തകർത്തിരുന്നു. പിന്നീട് മാതാവിൻ്റെ പുതിയൊരു രൂപം സ്ഥാപിച്ചെങ്കിലും തകർക്കപ്പെട്ട തിരുസ്വരൂപം ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. 2011 ഖണ്ഡുവ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ ദുരൈരാജ് കാഞ്ചബൈഡയെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. Palatine fathers have now further focused on the development of this shrine at Kanjabeda. They are organizing holy Eucharistic celebrations, rosaries and novenas and prayers, and people are receiving God's healing touch on the top of this Kanjabeda. And our Blessed Mother is praying for all those who come up on this hillock and pray to our Blessed Mother. And so, looking at the miracles and wonders that are happening at Kanjabeda, we are encouraging more and more devotees of our Blessed Mother to approach her and receive the Lord's blessings and healing touch at Kanjabeda. And so we will be developing this shrine as a place of prayer. We are developing this place as a place of consolation and comfort, where people of all religions, all castes, all people could come and receive the Lord's blessings. And this is our plan, and we pray the Lord may shower His abundant blessings through the intercession of our Blessed Mother at Kanjabeda. 2013 ഔളിയ മിഷന്റെ ചുമതലയേറ്റ ഫാദർ പ്രകാശ് തങ്കപ്പൻ SAC കാഞ്ചബൈഡയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുവെച്ച് ആരാധന നടത്തുവാൻ തുടങ്ങി. ഇതോടെ ശക്തമായ ദൈവിക സാന്നിധ്യം ഇവിടെ പ്രകടമായി. വിവിധ ജീവിത പ്രശ്നങ്ങളുമായി കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുകയും പ്രാർത്ഥനകൾ സഫലമാകുകയും ചെയ്തു. Like I was suffering from thyroid from last 5 years. Then it was having a lot of problem because the weight gain and all the things I was suffered. And it was a year I just attend the feast of here, the Kanjabeda feast. At that time I was not sure that like thyroid will be cured, but as I just take part in the monthly prayers, like it's used to be happen like on the very first Saturday of the month, I just take part in that, and every month, and I just took the mannat over here, like ki ma please like cure me. And then after the miracle happens. Yeah, it took some time, but the miracle happens. The ma has cured me, and now I'm fit and fine. This is my true story that Mother Mary has given me the blessing with this. सबसे पहले कांजाबेड़ा माता मरियम की जय, प्रभु की स्तुति हो, प्रभु की आराधना हो, प्रभु की महिमा हो. ഞാൻ മീര സിസോദിയ കാണ്ഡവ ജില്ലയിലെ രുതി ഗ്രാമത്തിൽ താമസിക്കുന്നു. എനിക്ക് കരളിന് നീർക്കെട്ടായിരുന്നു. 90% കരൾ നശിച്ചു പോയിരുന്നു. ഡോക്ടർ കരൾ മാറ്റിവെക്കുവാൻ ഉപദേശിച്ചു. അതിന് പറഞ്ഞ ചെലവ് 40 ലക്ഷം രൂപയാണ്. എനിക്കും എൻ്റെ ഭർത്താവിനും അത് ചിന്തിക്കുവാൻ പോലും പറ്റുമായിരുന്നില്ല. लीवर बदलना पड़ेगा और इसके लिए 30 से 40 लाख रुपए लगेंगे. तो हमारे पास तो इतना कुछ भी नहीं था.
उसी समय അപ്പോഴാണ് जनवरी के बाद फरवरी में ഫെബ്രുവരി माता മാസത്തിൽ का त्योहार आता है। കാഞ്ചബൈഡ कांजाबेड़ा മാതാവിന്റെ माता का त्योहार തിരുനാൾ आता है। വന്നത്. तो मैंने ഞാൻ यहाँ से പ്രാർത്ഥിച്ചു, मन्नत ली कि माता मरियम सब तरफ से आप ചികിത്സിക്കാൻ എനിക്ക് പണമില്ല, डॉक्टरों को बता चुके നീ हैं, എന്നെ करने से രക്ഷിക്കണം. कुछ फायदा नहीं है। എൻ്റെ മനസ്സ് പറഞ്ഞു, तू ही मुझे ഞാൻ संभाल, സുഖം പ്രാപിക്കുമെന്ന്. क्योंकि मैं तेरी शरण में आई हूँ और मुझे ऐसा अंदर से लगा कि माता मरियम सब कुछ कर सकती है। मैंने माता मरियम से मन्नत ली। तो അങ്ങനെ 8 दिन के बाद 8-ാം ദിവസം മുതൽ ഞാൻ സുഖം പ്രാപിക്കാൻ തുടങ്ങി. हो गई। बहुत अच्छे से जो सूजन थी पेट पर, बहुत सूजन आ चुकी थी। ഡോക്ടർ എൻ്റെ വയറിനുള്ളിൽ നിന്ന് 7 ലിറ്ററോളം വെള്ളം വലിച്ചെടുത്ത് കളഞ്ഞതാണ്. എന്നിട്ടും കാഞ്ചബൈഡ മാതാവ് എന്നെ तो वो സുഖപ്പെടുത്തി. सूजन वगैरह सब धीरे 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 खत्म हो गई और आज मैं माता मरियम की कृपा से स्वस्थ हूँ। माता मरियम की जय, कांजाबेड़ा माता मरियम की जय, प्रभु यीशु क्रिस्त की जय। जय श्री സഭയെ വളർത്താനും സുവിശേഷം പ്രചരിപ്പിക്കാനും പരിശുദ്ധ മറിയം ചെയ്യുന്ന ഇടപെടൽ അതിശയകരമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ദൈവാനുഗ്രഹം പ്രാപിച്ചവരുടെ അത്ഭുത കഥകൾ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചത്. കാഞ്ചബൈഡ മാതാവിൻ്റെ സന്നിധിയിൽ അപ്പോഴും ദൈവസ്തുതികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു.